എനിക്ക് ആദ്യമായിട്ട് കൊക്കോ എന്താണെന്ന് ചോദിക്കുന്നതിന് മുന്നേ പറയാനുള്ളത് ഇവിടുത്തെ ഒരു വണ്ടർഫുൾ ആംബിയൻസ് ആണ്. നമ്മളിവിടേക്ക് കടന്നു വരുമ്പോൾ കിട്ടുന്നൊരു പോസിറ്റീവ് വൈബ്രേഷൻ, അല്ലെങ്കിൽ ഒരു ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു തീമാണ്. അതെന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ആദ്യമേ ഒരു പ്ലാനിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ട് കൊക്കോ എന്താണെന്നുള്ളൊരു എക്സ്പ്ലനേഷനിലേക്ക് വരാം. ഇനിഷ്യലി തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഒരു അറ്റ്മോസ്ഫിയർ വിച്ച് ഇസ് ലൈക്ക് എ വർക്ക് ലൈഫ് ബാലൻസ്. ഓക്കെ, അതായിരുന്നു മെയിൻ കോൺസെപ്റ്റ്. നമ്മൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കളർ തീമും പാറ്റേൺസും നമ്മുടെ ബ്രാൻഡ് കളേഴ്സ് എല്ലാം നമ്മൾ കൊണ്ടുവന്നത്. അത് നമ്മൾ മാക്സിമം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ നമ്മുടെ ആ ഒരു ബ്രാൻഡ് എലമെൻറ്റ്സ് യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ്, അതായത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒരു ട്രഡീഷണൽ 9 to 5 വർക്ക് സ്പേസ് അല്ലാതെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു സ്പേസ്, വളരെ യങ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ളൊരു വർക്ക് സ്പേസ്. സോ അതിൻ്റെ ഒരു തീമായിരുന്നു ഈ കളേഴ്സും അല്ലെങ്കിൽ ഈ ഒരു ലേ ഔട്ടും ആ ഒരു ആർക്കിടെക്ചർ ഡീറ്റെയിൽസും. ഇതിൻ്റെ ഒരു കളർ പാലറ്റിംഗ് ഒക്കെ അനന്തു തന്നെയാണോ, അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടേഴ്സ് നിങ്ങളെല്ലാവരുടെയും കൂടെ ഒരു ഡിസിഷനാണോ, അതെ ഇൻറ്റീരിയർ ഡിസൈനറിൻ്റെ ഒക്കെ ഒരു പങ്കാണോ ഇതിൻ്റെ പുറകിൽ? ആർക്കിടെക്റ്റാണ് നമ്മളെ അതിനെ ഹെൽപ്പ് ചെയ്തത്. സോ ദ ഐഡിയ വാസ് ക്ലിയർ, ഇങ്ങനെയൊരു സ്പേസ് ആണ് വേണ്ടത്. സോ അത് കൺവേ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ആർക്കിടെക്ട്സ് അതുപോലെ ഒരു സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുമായിരുന്നു. ദാറ്റ്സ് വെരി ഫൈൻ ആക്ച്വലി. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വർക്ക് ചെയ്യാൻ തോന്നുന്ന ഒരു ആംബിയൻസ് ആണ്. ലൈക്ക് എനിക്ക് അടുത്തായിട്ട് നമുക്ക് ശരിക്കും ഫസ്റ്റ് ചോദിക്കേണ്ടതായിരുന്നു, എന്താണ് കൊക്കോ എന്നുള്ളൊരു പേരും അതിൻ്റെ പിന്നിലുള്ള ഒരു കോൺസെപ്റ്റും? കൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്റ്റീവ് കോവർക്സ്. അപ്പം കളക്റ്റീവ് കോവർക്സ് എന്നുള്ളൊരു പേരിലോട്ട് എത്താനായിട്ടുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ദ ഹോൾ കോൺസെപ്റ്റ് ഇസ് അബൌട്ട് കളക്റ്റീവ്നെസ്. അപ്പം വർക്ക് സ്പേസിലുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ആസ് വെൽ ആസ് പേഴ്സണൽ ആസ്പെക്റ്റിലും നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏരിയ, ഐ മീൻ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഓർ എൻവയോൺമെൻ്റ് ആയിരിക്കും കളക്റ്റീവ് കോവർക്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഒരു ക്യാച്ചി ആയിട്ടുള്ള ഒരു യങ് വൈബ്രൻറ്റ് പേരാക്കിയതാണ് കൊക്കോ. നമ്മൾ എത്ര വർഷമായി ശരിക്കും നമ്മൾ കൊക്കോ ഇവിടെ സ്ഥാപിതമായിട്ട്? നമ്മൾ ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് 2021-ലാണ്. പക്ഷേ ഇനീഷ്യൽ പ്ലാനിങ് എല്ലാം നമ്മൾ 2019 സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ അന്ന് ഇതുപോലൊരു വർക്ക് സ്പേസ് നമ്മുടെ ഒരു സിറ്റിയിൽ ഇല്ലായിരുന്നു, വളരെ കോമൺ അല്ലായിരുന്നു. 1-2 പ്ലേയേഴ്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ദേർ ബിക്കെയിം ഒരുപാട് ആൾക്കാർക്ക് ഈ പറഞ്ഞ കോൺസെപ്റ്റ് അറിയാൻ പറ്റി, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സോ ബേസിക്കലി കോവിഡ് ടൈമിൽ വർക്ക് ഫ്രം ഹോം കോൺസെപ്റ്റ് ഒക്കെ ഒരുപാട് വന്ന സമയം അല്ലേ? ആ സമയം കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്, ആക്ച്വലി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് 2021-ലാണ്. ഓക്കെ. അപ്പം 2021 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചെറിയ ശതമാനം ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ ഒരു മോഡൽ ഉണ്ട് എന്ന് മനസ്സിലായി തുടങ്ങിയിരുന്നു. അപ്പം അത് ആക്ച്വലി ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു. എന്നുവെച്ചാൽ പുതിയൊരു കോൺസെപ്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിന് വേണ്ട ഇനിഷ്യൽ മാർക്കറ്റിംഗ് ഒക്കെ കുറച്ച് നമുക്കൊന്ന് ലീനിയൻ്റ് ആവാൻ പറ്റി. എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർക്കൊക്കെ ഒരു ഐഡിയ വന്നു ഈ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇങ്ങനെ ഹൈബ്രിഡ് മോഡൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചെറിയ ഓഫീസ് സ്പേസസ് എടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് ആൾക്കാർക്ക് ആ ഒരു ഐഡിയ വന്നു. ചെറുതും വലുതുമായിട്ട് ഇവിടെ നമുക്ക് എത്ര സ്പേസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, ലൈക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ കാക്കനാട് ഫെസിലിറ്റിയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്ക്വയർ ഫീറ്റ് ഒരു 15,000 സ്ക്വയർ ഫീറ്റ്സ് ആണ് നമുക്ക് ഏരിയ ഉള്ളത്. അതിൽ നമ്മൾ നിയർലി ഒരു 267 ഡെഡിക്കേറ്റഡ് സീറ്റ്സും കോൺഫറൻസ് റൂംസ്, മീറ്റിംഗ് റൂംസ്, പിന്നെ ഇവൻറ്റ് സ്പേസസ്, ലോഞ്ച് സ്പേസസ്, പാൻട്രി ഏരിയ, വാഷ്റൂംസ്, അങ്ങനത്തെ ഏരിയാസ് എല്ലാം കൂടെ നമുക്ക് 15,000 സ്ക്വയർ ഫീറ്റ്സിൽ ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ട്. ഇതെല്ലാം ഭയങ്കരമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അനന്തു അല്ലാതെ ശരിക്കും ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് തലത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? ഞങ്ങൾ 3 പാർട്ട്നേഴ്സാണ് ബേസിക്കലി ഉള്ളത്. സോ മൈസെൽഫ്, അനന്തു, പിന്നെ എൻ്റെ ഫ്രണ്ട് മിഥുൻ, പിന്നെ നമ്മുടെ മൂന്നാമത്തെ പാർട്ട്ണർ കാസ്പിയൻ ടെക് പാർക്സ് എന്ന് പറഞ്ഞ കാസ്പിയൻ ഗ്രൂപ്പിന്റെ MD ആണ് തോമസ് ചാക്കോ മുക്കാട്. അവരാണ് നമ്മുടെ മേജർ ഇൻവെസ്റ്റർ ആസ് വെൽ. അവർ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 2000 എംപ്ലോയീസ് ഒക്കെ ഉള്ള ഒരു വലിയൊരു ഫേം ആണെന്ന് തോന്നുന്നു. അതെ, കാസ്പിയൻ എന്ന് പറയുന്നത് വലിയ ഗ്രൂപ്പാണ്. അവർക്ക് ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, പിന്നെ സ്പേസസ് റെന്റലിന് കൊടുക്കുന്ന പരിപാടികളുണ്ട്. പിന്നെ ദേ ഓൾസോ ഹാവ് എ ടെക് പാർക്ക്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, എല്ലാം ഒരു വലിയ ഗ്രൂപ്പാണ്. കൊച്ചിയിൽ തന്നെ ബേസ്ഡ് ആയിട്ടുള്ള, കൊച്ചിയിൽ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ നിലവിൽ നമുക്കിവിടെ എത്ര കമ്പനീസാണ് ഇവിടെ കാക്കനാട് സ്പേസിലുള്ളത്? സോ കളക്റ്റീവ് കോവർക്സിൻ്റെ ഫസ്റ്റ് സ്പേസ് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി. അത് വരുമ്പോഴത്തേക്ക് അറൗണ്ട് ഒരു 300 കമ്പനീസോളം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫിസിക്കലി മാത്രമല്ല, വെർച്വൽ അഡ്രസ്സസ് കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റ് നമുക്കുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് ഈ ഒരു 3 ഇയേഴ്സിൽ
അറൌണ്ട് 300 കമ്പനിയോളം നമ്മുടെ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓ ഗ്രേറ്റ്. അത് തന്നെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കാര്യം കമ്പനീസ് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ സ്പേസിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വെർച്വൽ ഓഫീസ് എന്ന് പറഞ്ഞല്ലോ നമ്മൾ, അപ്പോൾ ശരിക്കും അത് അറിയാത്ത ഒരുപാട് പേരുണ്ട്. എന്താണ് ശരിക്കും ഈ ഒരു വെർച്വൽ ഓഫീസ് കോൺസെപ്റ്റ്? വെർച്വൽ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഡ്രസ്സ് വെച്ച് തന്നെ നിങ്ങളുടെ കമ്പനി രജിസ്റ്റർ ചെയ്യാനായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കാനായിട്ടും നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ആ ഒരു അഡ്രസ്സ് മാത്രം ഉപയോഗിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആക്ച്വലി ആ ഒരു അഡ്രസ്സ് ഉണ്ടെങ്കിലാണ് നമ്മൾ ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് ഒരു അഡ്രസ്സ് വേണം. അപ്പോൾ ആ ഒരു അഡ്രസ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. സോ നിങ്ങൾക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രീമിയം അഡ്രസ്സ് ആയിരിക്കും. ഓക്കെ. പല മൾട്ടിനാഷണൽ കമ്പനീസ് യൂസ് ചെയ്യുന്ന അഡ്രസ്സ് തന്നെയായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഈവൻ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് പോലും ഇത്തരം ഒരു ഫെസിലിറ്റി അവൈൽ ചെയ്യാൻ പറ്റും. അതെ ഉറപ്പായിട്ടും. ഒരു ഇൻഡിവിജ്വലിന് വേണമെങ്കിലും അവരുടെ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ, ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ ലൈക്ക് ഞാനത് എനിക്ക് കോക്കോയുടെ അഡ്രസ്സിൽ എനിക്ക് എൻ്റെ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് മറ്റ് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമുക്ക് അല്ലെങ്കിൽ അമ്യൂണിറ്റീസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? സോ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഉള്ള ഒരു ഓർഗനൈസേഷനാണ്, ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. സോ ബേസിക്കലി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്, ഇൻക്ലൂഡിങ് പാർട്ടീസ്, ട്രെയിനിങ്സ്, വർക്ക്ഷോപ്സ്, ട്രിപ്പുകൾ, സെലിബ്രേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം അതിലെല്ലാം നിങ്ങൾക്ക് ഒരു എൻട്രി ഉണ്ടാവും ബേസിക് ആയിട്ട്. പിന്നെ ഈ വെർച്വൽ ഓഫീസിൽ തന്നെ നമ്മൾ പ്രീമിയം പാക്കേജസ് ചെയ്യുന്നുണ്ട്. ആ പ്രീമിയം പാക്കേജിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇൻഹൗസ് റേറ്റ്സിലായിരിക്കും മീറ്റിംഗ് റൂംസും കോൺഫറൻസ് റൂംസും കിട്ടുന്നത്, ഒരു ഡിസ്കൗണ്ടഡ് റേറ്റ്സിലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് വർക്ക് ചെയ്യാൻ, ഫിസിക്കലി വന്ന് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും നമ്മൾ അതിനകത്ത് കൊടുക്കുന്നുണ്ട് പ്രീമിയം പാക്കേജിൽ വരും. അപ്പോൾ അവർക്ക് ഫിസിക്കലി വന്ന് വർക്ക് ചെയ്യാനെന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണോ? അതെ, ഇറ്റ് ഡിപ്പെൻസ്. നമുക്ക് ഒരു വെർച്വൽ ഓഫീസ് നമ്മൾ യൂഷ്വലി കൊടുക്കുന്ന ഒരു സീറ്റാണ്. ഈ സ്പേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു സിംഗിൾ സീറ്റ് ക്യാബിൻ തൊട്ട് നിങ്ങൾക്കൊരു 20 പേർക്കുള്ള ക്യാബിൻ വരെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റെഡി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാനേജർ ക്യാബിൻസ് ഉണ്ട്, അതായത് ഒരു 3 സീറ്റ്സ് ഒരു ഗസ്റ്റ് വരുന്ന അപ്പുറം ഇരിക്കുന്ന രീതിയിൽ അങ്ങനത്തെ ക്യാബിൻസ് ഉണ്ട്, പ്രീമിയം ക്യാബിൻസ് ആണ്. പിന്നെ ഈ 10 സീറ്റേഴ്സ്, 6 സീറ്റേഴ്സ്, 8 സീറ്റേഴ്സ്, 7 സീറ്റേഴ്സ്, അങ്ങനെ പല സ്പെസിഫിക്കേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സീറ്റിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു താരിഫ് വരുന്നത് അല്ലേ? നമ്മൾ പെർ സീറ്റിനാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്, ബിക്കോസ് എവറിത്തിങ് ഇസ് ഇൻക്ലൂഡഡ്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ വൈസും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ടോ അതെല്ലാം ഇതിനകത്ത് കവേർഡ് ആണ്. നമ്മുടെ ആ ഒരു റെന്റലിനകത്ത് കവേർഡ് ആണ്. ഹൗസ് കീപ്പിംഗ്, സെക്യൂരിറ്റി, മെയിൻ്റനൻസ്, വൈഫൈ, ഇലക്ട്രിസിറ്റി, വാട്ടർ ബിൽസ്, പാൻട്രി സർവീസസ്, അൺലിമിറ്റഡ് കോഫി, ടീ, റിസപ്ഷനിസ്റ്റ്, HR റിലേറ്റഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരാൾ, IT ഹെഡ്. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ സർവീസസ് എല്ലാം നിങ്ങൾക്ക് അവൈൽ ചെയ്യാം. അപ്പം എല്ലാം നമ്മൾ പെർ സീറ്റിനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഒരു റിക്രിയേഷൻ ഏരിയാസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമുക്കിവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിക്രിയേഷൻ ഏരിയാസ് ഉണ്ട്. പിന്നെ നമ്മുടെ എല്ലാ സ്പേസും എല്ലായിടത്തും നമ്മളൊരു ഇൻഫോർമൽ ഏരിയാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫുൾ ഫെസിലിറ്റി തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്ത് ഇൻഫോർമൽ ഏരിയാസ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബിലിരുന്ന ആൾക്കാർക്ക് മടുക്കുവാണെങ്കിൽ വെളിയിരുന്ന് വർക്ക് ചെയ്യാം. ആ ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളി വൈഫൈ കണക്റ്റഡ് ആണ്, അതുകൊണ്ട് സീംലെസ് ആയിട്ടുള്ള ഇന്റർനെറ്റ് കിട്ടും. എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. മൺത്ലി അൺലെസ് ഒരു ഡെസ്ക്ടോപ്പാണ് ഉപയോഗിക്കുന്നത് മാത്രമേ നിങ്ങൾ ക്യാബിൽ ഇരിക്കേണ്ടതുള്ളൂ. ലാപ്ടോപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നടന്ന് വർക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഒരു സംഭവം നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ ആർക്കാണ് വരാതിരിക്കാൻ തോന്നുക എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാം ഫുള്ളാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അതെ, നമ്മളിപ്പോൾ കറന്റ് ഒരു 100% കപ്പാസിറ്റിയിൽ റൺ ചെയ്യുന്നത്. ഒരു 10% എപ്പോഴും ഇങ്ങനെ ചേൺ വന്നുകൊണ്ടിരിക്കും. നമ്മളെപ്പോഴും കുറച്ച് ഏരിയ ഈ പറഞ്ഞ ഡെഡിക്കേറ്റ്, ഈ ഡേ പാസസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതായത് 1 ഡേ സിംഗിൾ ഡേ ഒക്കെ വന്ന് യൂസ് ചെയ്യാനായിട്ട് വരുന്നവർ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊരു ചെറിയൊരു പോർഷൻ എപ്പോഴും മാറ്റി വെക്കും. സോ ദാറ്റ് ആ ഒരു ഫ്രഷ്നെസ് എപ്പോഴും വരും, പുതിയ ആൾക്കാർ വരുന്നതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്. കറക്റ്റ്. വൺസ് അവർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ ഇവിടം വിട്ട് പോകാൻ തോന്നില്ല, അവരവരുടെ ടീമുമായിട്ട് കുറച്ചുകൂടെ വലിയ സ്പേസ് എടുക്കും എന്ന് തോന്നുന്നു അല്ലേ? അതെ. നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള ആരാണെങ്കിലും ഇപ്പോഴും കമ്മ്യൂണിറ്റിയിലൊക്കെ മിക്കവാറും ആക്റ്റീവ് ആയിരിക്കും. നമ്മുടെ എന്തെങ്കിലും ഇവന്റ്സ് വരുമ്പോഴത്തേക്ക് അവർ ഇങ്ങോട്ട് വരും. ഇവിടെ സ്പേസ് ഇല്ലെങ്കിൽ പോലും അവർ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഒരു ടുഗദർനെസ് ഫീൽ ചെയ്യാറുണ്ട്.